അതിലടയ്ക്കും. ओम शांति 2/5/2022। बाबा कहते, मीठे बच्चे, शांति तुम्हारे गले का हार है, आत्मा का स्वधर्म है, इसलिए शांति के लिए भटकने की दरकार नहीं, तुम अपने स्वधर्म में स्थित हो जाओ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ശാന്തി നിങ്ങളുടെ കഴുത്തിലെ മാലയാണ്, ആത്മാവിന്റെ സ്വധർമ്മമാണ്. അതുകൊണ്ട് ശാന്തിക്ക് വേണ്ടി അലയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യും. അപ്പൊ ബാബ പറഞ്ഞത്, മധുരമായ കുട്ടികളെ, ശാന്തി നിങ്ങളുടെ കഴുത്തിലെ മാലയാണ്, ആത്മാവിന്റെ സ്വധർമ്മമാണ്. അതുകൊണ്ട് ശാന്തിക്ക് വേണ്ടി അലയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യും. ചോദ്യം, मनुष्य किसी भी चीज को शुद्ध बनाने के लिए कौन सी युक्ति रचते हैं और बाप ने कौन सी युक्ति रची है? മനുഷ്യർ ഏതൊരു വസ്തുവും ശുദ്ധമാക്കി മാറ്റുന്നതിന് വേണ്ടി ഏതൊരു യുക്തിയാണ് രചിക്കുന്നത്? ബാബയും ഏതൊരു യുക്തിയാണ് രചിച്ചത്? ഏതൊരു വസ്തുവിനെയും ശുദ്ധമാക്കി മാറ്റുന്നതിന് വേണ്ടി മനുഷ്യർ ഏതൊരു യുക്തിയാണ് രചിക്കുന്നത്? ബാബയും ഏതൊരു യുക്തിയാണ് രചിക്കുന്നത്? ബാബ പറയുന്ന ഉത്തരം, മനുഷ്യ किसी भी चीज को शुद्ध बनाने के लिए उसे आग में डालते हैं. മനുഷ്യർ ഏതൊരു വസ്തുവും ശുദ്ധമാക്കി മാറ്റുന്നതിന് വേണ്ടി അതിനെ അഗ്നിയിലിടുന്നു. ഏതൊരു വസ്തുവും ശുദ്ധമാക്കി മാറ്റുന്നതിന് വേണ്ടി മനുഷ്യർ അഗ്നിയിൽ ഇടാണ് ചെയ്യുന്നത്. तो यज्ञ भी रचते हैं, उसमें भी आग जलाते हैं. യജ്ഞം രചിക്കുമ്പോഴും അതിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നുണ്ട്. ഒരു യജ്ഞം രചിക്കുമ്പോഴും എന്താണ്, ആ യജ്ഞത്തില് ഒരുപാട് സ്വാഹ ചെയ്യല്ലേ, അപ്പൊ അവിടെ അഗ്നികുണ്ഡം ഉണ്ടാക്കുന്നുണ്ട്. യഹാംബി ബാപ്നെ രുദ്ര യജ്ഞ രചാഹേ ലേക്കിൻ യേ ജ്ഞാന യജ്ഞ ഹേ. ഇവിടെയും ബാബ രുദ്രജ്ഞാന യജ്ഞം രചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ജ്ഞാനയജ്ഞമാണ്. ഇസ്മേ സബ്കി ആഹുതി പടുകി, ഇതിൽ സർവരുടെയും ആഹുതി ഉണ്ടാകും. അപ്പൊ ഇത് ജ്ഞാനയജ്ഞമാണ്. ഈ ജ്ഞാനയജ്ഞത്തിൽ സർവ്വതിന്റെയും ആഹുതി ഉണ്ടാകും. തും ബച്ചേ ദേഹ സഹിത് സബ് കുച്ച് ഇസ്മേ സ്വാഹ കർത്തേ. നിങ്ങൾ കുട്ടികൾ ദേഹസഹിതം എല്ലാം തന്നെ ഇതിൽ സ്വാഹ ചെയ്യുന്നു. ഇത് ജ്ഞാനയജ്ഞമാണ്. ഈ ജ്ഞാനയജ്ഞത്തിലും എല്ലാത്തിന്റെയും ആഹുതി ഉണ്ടാകും. അപ്പൊ നമ്മള് കുട്ടികൾ ദേഹസഹിതം എല്ലാം തന്നെ ഇതിൽ സ്വാഹ ചെയ്യുകയാണ്. തുമേ യോഗ ലഗാനാഹേ, നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം, യോഗം ചെയ്യണം. യോഗയ്ക്ക് ഈ റേസ്, കാരണം ഇവിടെ യോഗത്തിന്റെ റേസ് ആണ്, മത്സരമാണ്. ഇസിസെ തും പേലെ രുദ്രക്കെ ഗലേക്ക് ഹാർ ബനേങ്കെ. ഈ യോഗത്തിലൂടെയാണ് നമ്മൾ കുട്ടികൾ ഏറ്റവും ആദ്യം രുദ്രന്റെ കഴുത്തിലെ മാലയായി മാറുന്നത്. ഫിർ വിഷ്ണു കി ഗലേക്ക് മാലാമേ പിരോയി ജായെങ്കെ. പിന്നെ വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയിൽ കോർക്കപ്പെടും. അപ്പൊ നമ്മള് യോഗത്തിന്റെ മത്സരമാണിത്. ഈ മത്സരത്തില് എന്താണ്, നമുക്ക് രുദ്രന്റെ കഴുത്തിലെ മാലയിലെ മുത്തുകളാകാൻ കഴിയും. ആദ്യം നമ്മള് മുക്തിയുടെ ലോകത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മള് രുദ്രന്റെ കഴുത്തിലെ മാലയിലെ മുത്തുകളാകും. പിന്നെ നമ്മൾ സത്യയുഗത്തിലേക്ക് വരുമ്പോ വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയിൽ കോർക്കപ്പെടും. ഗീതം ഓം നമ ശിവായ. ഓം ശാന്തി. ഈ മഹിമ കിസ്കി സുനി. ഈ ഓം നമ ശിവായ, ഈ മഹിമ ആരുടേതാണ്? പാർലൗകിക് പരംപിത പരമാത്മ അർത്ഥാത് പരമാത്മാ. ഈ മഹിമ പാർലൗകിക പരമപിത പരമാത്മാവിൻ്റെതാണ്. സഭി ഭക്ത് അഥവാ സാധന കർണേ വാലെ ഉൻകോ യാദ് കർത്തേ ഹേ. എല്ലാ ഭക്തരും സാധന ചെയ്യുന്നവരും
പരമാത്മാവിനെയാണ് ഓർമ്മിക്കുന്നത്. ഉൻക നാം ഫിർ പതീത പാവൻ ബി ഹെ. അല്ലെ, ബാബയുടെ പേരെന്താണ്? പതീത പാവനൻ. ബच्चे जानते हैं ഭാരത് പാവൻ ക. കുട്ടികൾക്ക് അറിയാം ഭാരതം പാവനമായിരുന്നു. ലക്ഷ്മി നാരായൺ ആദി കാ പവിത്ര പ്രവൃത്തി മാർഗ കാ ധർമ്മ ക. അല്ലെ, ഭാരതം പാവനമായിരുന്നു. ലക്ഷ്മി നാരായണന്റെ പവിത്രമായ ഗൃഹസ്ഥ മാർഗമായിരുന്നു. അല്ലെ, ബാബ പറയാണ് പവിത്രമായ ഗൃഹസ്ഥ മാർഗത്തിന്റെ ധർമ്മമായിരുന്നു ലക്ഷ്മി നാരായണന്റെ. ജിസ്കാ ആദി സനാതൻ ദേവി ദേവത ധർമ്മ കഹ ജാത ഹെ. ആ പവിത്രമായ ഗൃഹസ്ഥ മാർഗത്തിന്റെ ധർമ്മത്തെ എന്താ വിളിക്കുന്നത്? അല്ലെ, ബാബ പറയാണ് ആദി സനാതന ദേവി ദേവത ധർമ്മം എന്നാണ് വിളിക്കുന്നത്. ഭാരത് മേ പവിത്രത സുഖ ശാന്തി സമ്പത്തി സബ് കുച്ച് ഥാ. ഭാരതത്തിൽ പവിത്രതയും സുഖവും ശാന്തിയും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. പവിത്രത നഹി ഹെ തോ നാ ശാന്തി ഹെ നാ സുഖ ഹെ. പവിത്രത ഇല്ലെങ്കിൽ അവിടെ ശാന്തിയുമില്ല സുഖവുമില്ല. ശാന്തി കെ ലിയെ ഭട്ടക്തെ രഹത്തെ ഹെ. ശാന്തിക്ക് വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജംഗൾ മേ ഫിർത്തെ രഹത്തെ ഹെ. അല്ലെ, കാട്ടിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏക് കോ ഭി ശാന്തി നഹി ഹെ ക്യോंकि ना बाप को जानते हैं ना अपने को समझते हैं. लक्ष्मी नारायण आदि का पवित्र प्रवृत्ति मार्ग का धर्म था. तो भारत में पवित्रता सुख शांति സമ്പത്തി सब कुछ था. ബാബ പറയാണ് ഭാരതത്തില് പവിത്രത സുഖം ശാന്തി സമ്പത്ത് എല്ലാം ഉണ്ടായിരുന്നു. പവിത്രത നഹി ഹെ തോ നാ ശാന്തി ഹെ നാ സുഖ ഹെ. പവിത്രത ഇല്ലെങ്കിലോ അവിടെ ശാന്തിയില്ല, അവിടെ സുഖമില്ല. ശാന്തിക്ക് ലിയെ ഭട്ടക്തെ രഹത്തെ ഹെ. ശാന്തിക്ക് വേണ്ടി ഇന്ന് മനുഷ്യർ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജംഗൾ മേ ഫിർത്തെ രഹത്തെ ഹെ. അല്ലെ, കാട്ടിലും മനുഷ്യർ ശാന്തിക്ക് വേണ്ടി അലയുകയാണ്. ഏക് കോ ഭി ശാന്തി നഹി ഹെ ക്യോंकि ना बाप को जानते हैं ना अपने को समझते हैं. ബാബ പറയാണ് ഈ ലോകത്തിൽ ഒരാൾക്ക് പോലും ശാന്തിയില്ല. കാരണം എന്താണ്? അവര് പരമാത്മാവാകുന്ന അച്ഛനെ അറിയുന്നില്ല. പിന്നെ അവർ സ്വയത്തെ മനസ്സിലാക്കുന്നില്ല. സ്വയം ഞാൻ ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല. ഏ മേരാ ശരീർ ഹേ മേ ആത്മാ ഹേ അല്ലെ അപ്നെ കോ നഹി ജാൻതേ. ഞാൻ ആത്മാവാണ്, ഇതെന്റെ ശരീരമാണ് എന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ല. एक को भी शांति नहीं है तो इन द्वारा कर्म करना होता है. मेरा तो स्वधर्म ही शांत है. അല്ലെ, ഈ ശരീരത്തിലൂടെയാണ് ആത്മാവ് കർമ്മം ചെയ്യേണ്ടത്. പക്ഷെ ആത്മാവിന്റെ സ്വധർമ്മം ശാന്തിയാണ്. അതായത് എന്റെ സ്വധർമ്മം ശാന്തിയാണ്. ഏ ശരീരത്തെ ഓർഗൻസ്. ബാക്കി ഈ ശരീരം എന്റേതാണ്. അല്ലെ, ശരീരത്തിന്റെ ഓർഗൻസ് ശരീരത്തിന്റെ അവയവങ്ങളാണ്. तो आत्मा को ये पता नहीं कि हम ആത്മായെ നിർവാൺ പരംധാം के निवासी हैं. പക്ഷെ ആത്മാവിന് ഇത് അറിഞ്ഞുകൂടാ ആത്മാക്കള് നിർവാണധാമത്തിന്റെ അഥവാ പരമധാമത്തിന്റെ നിവാസികളാണ്. ഇസ് കർമ്മക്ഷേത്ര पर इस शरीर का आधार ले पाठ बजाते. കർമ്മക്ഷേത്രത്തിൽ ശരീരത്തിനെ ആധാരമായി എടുത്ത് പാർട്ട് അഭിനയിക്കുകയാണ്. ശാന്തി കാ ഹാർ ഗലേമേ പടാ ഹെ. അല്ലെ, ശാന്തിയുടെ മാല ഓരോ ആത്മാവിന്റെയും കഴുത്തിലുണ്ട്. ഓർ ധക്ക കാത്തെ രഹത്തെ ഹെ ബഹർ. പക്ഷെ ശാന്തിക്ക് വേണ്ടിയിട്ട് പുറത്ത് അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പൂച്ചത്തെ രഹത്തെ ഹെ മൻകോ ശാന്തി കേസെ മിലെ. ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് മനസ്സിന് ശാന്തി എങ്ങനെ ലഭിക്കും. तो उनको ये पता नहीं है कि ആത്മാ मन बुद्धि सहित है. അപ്പൊ ബാബ പറയാണ് ശരിക്കും അവർക്ക് അറിയില്ല. മനസ്സിന് ശാന്തി വേണമെന്ന് പറഞ്ഞിട്ട് പുറത്ത് അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോബുദ്ധി സഹിതമാണ്. ആത്മാവിന്റെ സ്വധർമ്മം ശാന്തിയാണ്. ഇതൊന്നും അല്ലെ മനുഷ്യരെ അറിയുന്നില്ല. ആത്മാ പരംപിത പരമാത്മാക്ക് സന്താനഹേ. ആത്മാവ് പരമപിത പരമാത്മാവിന്റെ സന്താനമാണ്. ഓ ശാന്തിക്ക സാഗർ ഹേ. ബാബ ശാന്തിയുടെ സാഗരമാണ്.
तो हम उनकी संताനങ്ങൾ, നമ്മൾ ആ ശാന്തി സാഗരന്റെ സന്താനങ്ങളാണ്. अब अशांति तो सारी दुनिया को है ना, तो सब कहते हैं पीस. ബാബ പറയുന്ന ഈ സമയത്ത് അശാന്തി മുഴുവൻ ലോകത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ശാന്തി വേണം, ശാന്തി വേണം എന്ന് പറയുന്നത്. अब सारी दुनिया का मालिक तो एक है जिसको शिवाय नमः कहते. മുഴുവൻ ലോകത്തിന്റെയും അധികാരി ഒരേ ഒരു ബാബയാണ്, അല്ലെ, ഒരേ ഒരു ശിവബാബയാണ്. അതുകൊണ്ടാണ് ശിവായ നമഃ എന്ന് വിളിക്കുന്നത്. ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ ശിവ കോൻ, ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ, അല്ലെ, ശിവബാബ ആരാണ്? അരെ ശിവത്തോ ഏകീ ബാബേന, അല്ലെ, तो ये भी कोई मनुष्य नहीं जानते हैं. അപ്പൊ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ശിവൻ ആരാണ് എന്ന് മനുഷ്യർക്ക് ആർക്കും തന്നെ അറിയില്ല. പൂജ भी करते हैं, कोई तो फिर अपने को शिवोहम कर देते हैं. പൂജയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്, സ്വയത്തിനെ ശിവോഹം എന്ന് വിളിക്കുന്നുമുണ്ട്. അരേ ശിവത്തോ ഏകി ബാബേന, ബാബ പറയാണ് ശിവൻ ആരാണ്? സർവചരാചരങ്ങളുടെയും അച്ഛനാണ്, സർവ ആത്മാക്കളുടെയും അച്ഛനാണ് शिवन. तो मनुष्य अपने को शिव कहलाए, ये तो बड़ा पाप हो गया. മനുഷ്യരാണെങ്കിൽ ശിവോഹം ശിവോഹം എന്ന് പറയാണ്, സ്വയത്തിനെ ശിവൻ എന്ന് വിളിക്കുകയാണ്. ബാബ പറയാണ് അത് ഏറ്റവും വലിയ പാപമാണ്. ശിവകോഹി പതിത പാവൻ കഹാ ജാതാ ഹൈ. ശരിക്കും ശിവനെയാണ് പതിത പാവനൻ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു ശങ്കർ കോ അഥവാ കൊയ് മനുഷ്യ കോ പതിത പാവൻ നഹി കർ സക്തേ. ബാബ പറയാണ് ബ്രഹ്മ വിഷ്ണു ശങ്കരനെയോ, അല്ലെ, അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരെയോ പതീത പാവനൻ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. എന്നുവെച്ചാല്, അല്ലെ, ബ്രഹ്മ വിഷ്ണു ശങ്കരനും പതീത പാവനനല്ല, ഒരു മനുഷ്യരും പതീത പാവനനല്ല. പതീതരെ പാവനമാക്കി മാറ്റാൻ കഴിയുന്നത് പരമാത്മാവിന് മാത്രമാണ്. പതീത പാവൻ സദ്ഗതി ദാതാഹി ഏകി. പതീത പാവനൻ സദ്ഗതി ദാതാവ് ഒന്നേയുള്ളൂ. മനുഷ്യ മനുഷ്യക്കോ പാവൻ ബനാന സക്തി. ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഒരു മനുഷ്യരെയും പാവനമാക്കി മാറ്റുവാൻ സാധിക്കില്ല. നോക്കി സാരി ദുനിയാക്ക പ്രശ്നഹന. കാരണം മുഴുവൻ ലോകത്തിന്റെയും ചോദ്യം എന്താണ്? മുഴുവൻ ലോകത്തിലുള്ളവർക്ക് ശാന്തി വേണം, സമാധാനം വേണം, അല്ലെ. ശാന്തി വേണമെങ്കിൽ പതിതരിൽ നിന്നും പാവനമാകണം, അല്ലെ. മുഴുവൻ ലോകത്തിന്റെയും ചോദ്യം ഇതാണ്. ബാബ് സംജാത്തെ ഹേ ജബ് സത്യയുഗത ഭാരത് പാവൻത. അല്ലെ, സത്യയുഗം ഉണ്ടായിരുന്ന കാലത്ത് ഈ ഭാരതം പാവനമായിരുന്നു. അബ് പതീത് ഹേ, ഇപ്പോൾ ഭാരതം പതീതമാണ്. ജോ സാരി സൃഷ്ടിക്കോ പാവൻ ബനാനെ വാല ഉൻകോ ഹി യാദ് കർണ ചാഹിയെ. മുഴുവൻ സൃഷ്ടിയെയും പാവനമാക്കി മാറ്റുന്ന പരമാത്മാവിനെ ഓർമ്മിക്കണം. ബാക്കി ഏതോ ഹേ ഹി പതീത്. ബാക്കി ഈ ലോകം എന്ന് പറയുന്നത് പതീത ലോകമാണ്. ജോ കഹത്തെ ഹോ മഹാൻ ആത്മാ ഏ കോയി ഹേ നഹി. അല്ലെ, മഹാൻ ആത്മാവെന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഈ ലോകത്തിൽ മഹാൻ ആത്മാക്കൾ ആരും തന്നെ ഇല്ല. പാർലൗകിക് ബാപ്കോ ഹി ജാനത്തെ നഹി. പാർലൗകിക അച്ഛനെയും ആർക്കും അറിഞ്ഞുകൂടാ. तो भारत में शिव जयंती गाई जाती है. ബാബ പറയാണ് ഈ ഭാരതത്തില് ശിവ ജയന്തിക്കാണ് ഏറ്റവും കൂടുതൽ മഹിമയുള്ളത്. ജരൂർ ഭാരത് മേ ആയ ഹോഗ പതിതോ കോ പാവൻ ബനാനെ. അപ്പൊ ബാബ പറയാണ് ഇവിടെ ശിവജയന്തിക്ക് അത്രയും മഹിമയുണ്ട്. കാരണം ശിവബാബ, അല്ലെ, എവിടെ വന്നിട്ടുണ്ട്? ഈ ഭാരതത്തിൽ പതിതരെ പാവനമാക്കി മാറ്റുവാനായിട്ട് വന്നിട്ടുണ്ട്. സംഗം പർ ആതാഹും. പറയുന്നുണ്ട് ഞാൻ സംഗമ യുഗത്തിലാണ് വരുന്നത്. ബാബ വരുന്നത് എവിടെയാണ്? സംഗമ യുഗത്തിലാണ് ബാബ വരുന്നത്, പതിതരെ പാവനമാക്കി മാറ്റുവാനായിട്ട്. तो जो सारी सृष्टि को पावन बनाने वाला है वो ही याद करना चाहिए. അല്ലെ, അപ്പൊ മുഴുവൻ സൃഷ്ടിയെയും പാവനമാക്കി മാറ്റുന്ന ആളെ വേണം ആരാധിക്കാനും പൂജിക്കാനും ഓർമ്മിക്കാനും എല്ലാം, അല്ലെ. അത് ഒരേ ഒരു ബാബ മാത്രമാണ്. സംഘം പർ ആതാഹും ജിസ്കോ കുംഭ് കഹാ ജാതാ ഹൈ. ബാബ പറയാണ് ഞാൻ സംഗമ യുഗത്തിലാണ് വരുന്നത്, അല്ലെ. ഈ സംഗമ യുഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? കുംഭം എന്ന് വിളിക്കുന്നത്. ഏ പാനിക്കെ സാഗർ നദിയോ ക കുംഭ് നഹി. ബാബ പറയാണ് സാഗരവും നദികളും തമ്മിലുള്ള സംഗമത്തിന്റെ കുംഭമേളയല്ല. कुंभ इनको कहा जाता है जबकि ज्ञान का सागर पतित पावन बाप आकर सभी आत्माओं को पावन बनाते.
ബാബ പറയാണ് ജ്ഞാനസാഗരൻ പതിത പാവനനായ അച്ഛൻ വന്നിട്ട് എല്ലാ ആത്മാക്കളെയും പാവനമാക്കി മാറ്റുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കുംഭമേള അല്ലെ. പരമാത്മാവ് വന്നിട്ട് എല്ലാ ആത്മാക്കളെയും പാവനമാക്കി മാറ്റും. तो ये जानते हो भारत जब स्वर्ग था तो एक ही धर्म था. ഇവിടെ കുട്ടികൾക്ക് അറിയാം ഭാരതം സ്വർഗമായിരുന്നു, അപ്പോൾ ഒരേ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നു. सतयुग में सूर्यवंशी राज्य था, फिर त्रेता में चंद्रवंशी, जिसके महिमा है രാമ രാജ രാമ പ്രജ. ബാബ പറയുന്ന സത്യയുഗത്തില് സൂര്യവംശി രാജ്യം ഉണ്ടായിരുന്നു, ത്രേതായുഗത്തില് ചന്ദ്രവംശി രാജ്യമാണ് അല്ലെ. അതിന്റെ മഹിമയാണ് രാമരാജ രാമ പ്രജ എന്ന് പറയുന്നു. त्रेता की इतनी महिमा है तो सतयुग में उससे जास्ती होगी അല്ലെ. അപ്പോ ത്രേതായുഗത്തിലാണ് രാമനുള്ളത്, രാമരാജ രാമപ്രജ എന്ന് പറയുന്നുണ്ടെങ്കിൽ ത്രേതായുഗത്തിന് തന്നെ ഇത്രയും മഹിമയുണ്ടെങ്കിൽ സത്യയുഗത്തിന് എന്തുമാത്രം മഹിമ ഉണ്ടായിരിക്കും. तो भारत ही स्वर्ग था, പവിത്ര ജീവാത്മായെന്തി. ഈ ഭാരതം സ്വർഗമായിരുന്നു, പവിത്രമായ ജീവാത്മാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി ഓർ സഭി ധർമ്മയ്ക്ക് ആത്മായെ നിർവാൺ ധാമേ. ബാക്കി എല്ലാ ധർമ്മത്തിൽപ്പെട്ട ആത്മാക്കളും നിർവാണ ധാമത്തിലാണ് ഉണ്ടായിരുന്നത്. ആത്മാ ക്യാ ഹേ, പരമാത്മാ ക്യാ ഹേ, എവി കോയി മനുഷ്യ മാത്രം നഹി ജാനത്തെ. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, ഇത് ഒരു മനുഷ്യർക്കും അറിയില്ല. ആത്മാ ഇത്തിരി ചോട്ടി സി ബിന്ദി ഹേ, ഉന്മേ 84 ജന്മ കാ പാർട്ട് ഭരാ ഹുവാ. ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു ബിന്ദുവാണ്. ആ ചെറിയ ബിന്ദുവിലാണ് 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങി. 84 ലാഖ് ജന്മം തോ ഹോനസ്. ഒരിക്കലും 84 ലക്ഷം ജന്മം എന്ന് പറയുന്നത് ഉണ്ടാവുകയേയില്ല. 84 ലാഖ് ജന്മമേ കൽപ്പ കൽപ്പാന്തർ ഫിർത്തെ രഹി. 84 ലക്ഷം ജന്മം എന്ന് പറയുമ്പോൾ ഒരു കൽപ്പൊന്നും പോരാ, കൽപ്പ കൽപ്പാന്തരം വേണ്ടി വരും 84 ജന്മം ഇവിടെ എടുക്കണമെങ്കിൽ. 84 ലക്ഷം ജന്മം, 84 ജന്മത്തിന് 5000 വർഷമാണ്. 84 ലക്ഷം ജന്മത്തിന് എത്ര കൽപ്പം വേണ്ടി വരും ചിന്തിച്ചു അല്ലെ. ബാബ പറയുന്ന കൽപ്പ കൽപ്പാന്തരങ്ങൾ വേണ്ടി വരും. 84 ജന്മം കാ ചക്ര സ്വബി സബി കാ നഹി. 84 ജന്മങ്ങളുടെ ചക്രം അത് എല്ലാവരുടേതുമല്ല, എല്ലാവർക്കും 84 ജന്മവും ഇല്ല. സത്യയുഗത്തിന്റെ സൂര്യവംശത്തിൽ വരുന്ന ആത്മാക്കൾക്കാണ് 84 ജന്മം. ജോ പെലെ ദേ വോ അബ് പീച്ചെ പടുകയെ. ബാബ പറയണ ആരാണോ ആദ്യം ഉണ്ടായിരുന്നത് അവരിപ്പോൾ പുറകിലായിരിക്കുകയാണ്. ഫിർ വോ പെലെ ആയെങ്കിൽ അല്ലെ, വീണ്ടും അവര് ആദ്യം വരും. പീച്ചെ ആനെ വാലി സഭി ആത്മായെ നിർവാൺ ധാമേ രത്തി. ബാബ പറയാണ് പുറകെ വരുന്ന എല്ലാ ആത്മാക്കളും നിർവാണ ധാമത്തിൽ, അതുവരെയും നിർവാണ ധാമത്തിൽ വസിക്കുകയാണ്. ഏ സബ് ബാത്തേം ബാബ് സംജാത്തെ. ഈ കാര്യങ്ങളാണ് ബാബ വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഉൻകോ വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി കഹ ജാത്ത ഹൈ അല്ലെ. മുഴുവൻ പ്രപഞ്ച രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന നമ്മുടെ ബാബയെ എന്താ വിളിക്കുക? വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി, മാസ്റ്റർ സർവശക്തിവാൻ. ബാബ് कहते हैं मैं आकर ब्रह्मा द्वारा सभी वेद शास्त्रों गीता आदि का सार समझाता हूँ അല്ലെ. ബാബ പറയാണ് ഞാൻ വന്നിട്ട് ബ്രഹ്മാവിലൂടെ സർവ വേദശാസ്ത്രങ്ങളുടെയും ഗീതയുടെയും സാരം മനസ്സിലാക്കി തരികയാണ്. ये सब भक्ति मार्ग के कर्म कांड के शास्त्र बनाए हुए. ഇതെല്ലാം ഭക്തി മാർഗത്തിന്റെ കർമ്മകാണ്ഡത്തിന്റെ ശാസ്ത്രങ്ങളാണ് നിർമ്മിക്കപ്പെട്ടത്. मैंने आकर कैसे यज्ञ रचा, ये बातें शास्त्रों में नहीं. ബാബ വന്നിട്ട് എങ്ങനെയാണ് ഈ ജ്ഞാനയജ്ഞം രചിച്ചത്, ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടില്ല. ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടെങ്കിലും പരമാത്മാവ് ഈ സൃഷ്ടിയിൽ വന്നിട്ട് എന്താണ് ചെയ്തത് അല്ലെ, എങ്ങനെയാണ് ഇവിടെ പുതിയ സൃഷ്ടിയെ രചിക്കുന്നത് അല്ലെ, എങ്ങനെയാണ് ജ്ഞാനയജ്ഞം രചിക്കുന്നത്, ഒന്നും അതില് എഴുതി വെച്ചിട്ടില്ല. രാജസ്വ അശ്വമേധ രുദ്രജ്ഞാനിയേക്ക്. ബാബ പറയാണ് ഈ യജ്ഞത്തിന്റെ പേരെന്താണ്? പരമാത്മാവ് രചിക്കുന്ന ജ്ഞാനയജ്ഞത്തിന്റെ പേരെന്താണ്? രാജസ്വ അശ്വമേധ രുദ്രജ്ഞാന യജ്ഞം. രുദ്രഹേ ശിവ ഇസ്മേ സബ്കോ സ്വാഹ ഹോനാ. രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അതായത് അല്ലെ, ബാബ പറയാണ് ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും സ്വാഹയാണ്.
बाप कहते हैं देह सहित जो भी मित्र संबंधी आदि है उन सबको भूल जाओ. ബാബ പറയാണ് ദേഹസഹിതം ഏതെല്ലാം മിത്ര സംബന്ധികളുണ്ടോ എല്ലാവരെയും മറക്കും. एक ही बाप को याद करें, ഒരേ ബാബയെ മാത്രം ഓർമ്മിക്കും. मैं सन्यासी उदासी हूँ, क्रिश्चियन हूँ, ये सब देह के धर्म है. ഞാൻ സന്യാസിയാണ്, ഉദാസിയാണ്, ക്രിസ്ത്യനാണ്, ഇതെല്ലാം ദേഹത്തിന്റെ ധർമ്മമാണ്. ഇനിക്കോ ചോട് മാമേകം യാത് കരും, ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരേ ബാബയെ മാത്രം ഓർമ്മിക്കൂ. നിരാകാർ ആയെങ്കിൽ തോ ജരൂർ ശരീരമേന, നിരാകാരിയായ പരമാത്മാവ് സൃഷ്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിലല്ലേ വരിക. तो कहते हैं मुझे प्रकृति का आधार लेना पड़ता है. ബാബ പറയാണ് എനിക്ക് പ്രകൃതിയെ ആധാരമായിട്ട് എടുക്കേണ്ടി വരികയാണ്. मैं ही आकर इस तन द्वारा नई दुनिया स्थापन करता हूँ. ഞാൻ വന്നിട്ടാണ് ഈ ശരീരത്തിലൂടെ പുതിയ ലോകത്തെ സ്ഥാപിക്കുന്നത്. പുരാണി ദുനിയാക്ക വിനാശ് സാമനെ കടാഹി, പഴയ ലോകത്തിന്റെ വിനാശം തൊട്ടു മുന്നിൽ നിൽക്കാണ്. ഗായബി ജാത്ത ഹേ പ്രജാപിത ബ്രഹ്മ ദ്വാര സ്ഥാപന സുഷ്മതന് യഹി പരിഷ്ഠോക്കി ദുനിയ. അല്ലെ, മഹിമ പാടുന്നത് എന്താണ് അല്ലെ? ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന, ശങ്കരിലൂടെ വിനാശം. അപ്പൊ പ്രജാപിത ബ്രഹ്മാവിലൂടെയാണ് സ്ഥാപനം. സൂക്ഷ്മവദനം മാലാകമാരുടെ ലോകമാണ്. വഹാ ഹഡ്ഡി മാംസനെയും ഉണ്ട്. സൂക്ഷ്മ ലോകത്തില് എല്ലും മജ്ജയും മാംസമൊക്കെ ഉണ്ടോ? ഇല്ല അല്ലെ, അത് മാലാകമാരുടെ ലോകമാണ്. അവിടെ എല്ലും മജ്ജയും മാംസമൊക്കെ ഇല്ല. വഹാ ഹഡ്ഡി മാംസ നെയ്യ് ഹോത്താ ഹെ, വഹാ സൂക്ഷ്മ ശരീർ ഹോത്താ ഹെ, സഫേദ് സഫേദ് ജैसे ഗോസ്റ്റ് ഹോത്തെ ഹെ നാ. ബാബ പറയാണ് സൂക്ഷ്മ ലോകത്തിൽ എന്താ ഉള്ളത്? അല്ലെ, സൂക്ഷ്മ ലോകത്തില് അല്ലെ സൂക്ഷ്മ ശരീരധാരികളാണ്. അപ്പോ ബാബ പറയാണ് പ്രേതത്തിനെ എങ്ങനെയാ കാണിക്കുന്നേ? അല്ലെ, ആകെ വെള്ള വെള്ള വെള്ളയായിട്ടാണ് കാണിക്കുന്നത്, വെള്ള രൂപത്തിലാണ് കാണിക്കുന്നത്. तो आत्मा जिसको शरीर नहीं मिलता वो भटकती रहती है. ആത്മാവിനെ ശരീരം ലഭിക്കുന്നില്ലെങ്കിൽ ആത്മാവ് അലഞ്ഞുകൊണ്ടിരിക്കും. ഛായാരൂപി ശരീർ ദിഖായി പെട്ടാ ഹെ, നിഴൽ പോലെയുള്ള ശരീരമാണ് അവിടെ കാണപ്പെടുന്നത്. ഉൻകോ പക്കഡ് നഹീ സക്തേ, അല്ലെ, ആ നിഴൽ പോലുള്ള ശരീരം നമുക്ക് പോയി പിടിക്കാൻ പറ്റുമോ? അല്ലെ, നമ്മള് ശരീരമില്ലാത്ത ഒരു ആത്മാവിനെ കണ്ട ചെന്ന് പിടിക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് പിടിക്കാൻ സാധ്യമല്ല. കാരണം നിഴൽ പോലെയുള്ള ശരീരമാണ്. तो आत्मा जिसको शरीर नहीं मिलता है वो भटकती है. ശരീരം ലഭിക്കാത്ത ആത്മാക്കൾ അലഞ്ഞുകൊണ്ടിരിക്കും. ഛായാരൂപി ശരീർ ദിക്കായി പെടുത്താ ഹെ, നിഴൽ പോലുള്ള ഒരു ശരീരം ചിലപ്പോൾ കാണപ്പെടും. അല്ലെ, ഉൾക്കോ പക്കടനേ സക്തേ, പക്ഷെ എന്താണ്, അത് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ബാബ് കഹത്തെ ബच्चे യാദ് കരോ, യാദ് സേ ഹി തുമ്ഹാരെ വികാർ വിനാശ്. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ ബാബയെ ഓർമ്മിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമാണ് വികർമ്മങ്ങൾ വിനാശമാകുന്നത്. ഗായാബി ജാത്താ ഹെ ബഹുത് ദയി തോടിലെ. മഹിമ പാടുന്നത് എന്താണ്? വളരെയധികം പോയി, ഇനി കുറച്ച് സമയം അവശേഷിക്കുന്നത്. അപ്പൊ ബാക്കി തോടാ സമയം ഹോസക്കെ ബാപ്പു യാദ് കരോ ഓർ അന്തമതി സോഗതി ഹോ ജായി. അല്ലെ, വളരെ കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എത്രമാത്രം സാധിക്കുമോ ബാബയുടെ ഓർമ്മയിലിരിക്കും. അപ്പോൾ അന്തമതി സോഗതി, അന്തിമ സമയത്ത് നമ്മുടെ ബുദ്ധിയില് അല്ലെ ബാബയുടെ ഓർമ്മയുണ്ടെങ്കിൽ അതുപോലെ ആത്മാവിന്റെ ഗതി ഉണ്ടാകും. ഗീതാമേ കൊയ് ഏക് ദോ അക്ഷർ റൈറ്റ് ലിഖേ, ഗീതയില് ഒന്നോ രണ്ടോ വാക്കുകൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ജैसे ആട്ടെ മേ ലൂൻ, അല്ലെ, ബാബ പറയാണ് ഗീതയില് എന്താ ഉള്ളത്? ചപ്പാത്തി മാവില് ഉപ്പുള്ള അത്രയും മാത്രമേ അതില് സാരമുള്ളൂ. കൊയ് അക്ഷർ സഹി, ചില വാക്കുകൾ കറക്റ്റ് ആണ്. പെഹലെ തോ ഭഗവാൻ നിരാകാർ ഹി, യേ മാലൂം ഹോനാ ചാഹിയേ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ നിരാകാരിയാണ്. അത് നമ്മൾ ആദ്യം അറിയണം. ഓ നിരാകാർ ഭഗവാൻ വാച കേസെ കർത്തി, ആ നിരാകാരിയായ ഭഗവാൻ പിന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? कहते हैं സാധാരണ ബ്രഹ്മ തന്നെ പ്രവേശിക്കർ രാജകരാക്കാൻ. അല്ലെ, പറയുന്നുണ്ട് സാധാരണ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് രാജയോഗം പഠിപ്പിക്കുന്നു. മുജേ ബച്ചേ മുജേ യാദ് കർ. അല്ലെ, ഇവിടെ ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾ എന്നെ ഓർമ്മ. മേ ആത്താ ഹി ഹൂം ഏക ധർമ്മ കി സ്ഥാപന കർ ബാക്കി സബ് ധർമ്മ കാ വിനാശ് കരാൻ. അല്ലെ, നമ്മൾ വന്നിരിക്കുന്നത് തന്നെ അല്ലെ, ബാബ പറയാണ് ബാബ വന്നിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ബാബ ഈ സമയത്ത് ബ്രഹ്മാവിന്റെ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ച്
അല്ലെ രാജയോഗം പഠിപ്പിക്കുകയാണ്. ബാബ എന്താ കുട്ടികളോട് പറയുന്നേ? നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ഞാൻ വരുന്നത് ഒരേ ഒരു ധർമ്മ സ്ഥാപനയ്ക്ക് വേണ്ടിയാണ്. അല്ലെ ഒരേ ഒരു സത്യധർമ്മം സ്ഥാപിച്ച് ബാക്കി എല്ലാ ധർമ്മങ്ങളും വിനാശം ചെയ്യാൻ വേണ്ടിയാണ്. അഭിത്തോ അനേക ധർമ്മ ബാബ പറയണ ഈ സമയത്ത് അനേക ധർമ്മങ്ങളാണ്. ആജിസെ 500 വർഷ പേലെ സത്യുഗമേ ഏകി ആദി സനാതൻ ദേവി ദേവത ധർമ്മ. ബാബ പറയാണ് ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഈ ഭാരതത്തിൽ ഒരേ ഒരു ആദി സനാതന ദേവി ദേവതാ ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാബ എന്താ പറയുന്നത്? ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഈ ഭാരതത്തില് ഒരേ ഒരു ആദി സനാതന ദേവി ദേവതാ ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നു. സഭി ആത്മായെ അപ്ന അപ്ന ഹിസാബ് കിതാബ് ചുക്കർ ജാതി ഹെ. അല്ലെ ഇവിടെ എല്ലാ ആത്മാക്കളും അവരവരുടെ കണക്കുകൾ തീർത്തിട്ട് മടങ്ങിപ്പോവുകയാണ്. ഇപ്പോ കയാമത്ത സമയക്കാ ജാതാ ഹെ. അല്ലെ എല്ലാവരും അവരവരുടെ കണക്കുകൾ തീർത്ത് മടങ്ങിപ്പോകുന്ന സമയം ഏതാണ്? സൃഷ്ടിയുടെ അന്തിമ സമയമാണ്. സഭിക്ക് ദുഃഖം ഹിസാബ് കിതാബ് ചുക്ക് ഹോതാ ഹെ. സർവരുടെയും ദുഃഖങ്ങളുടെ കർമ്മ കണക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ദുഃഖം മിൽത്താ ഹി ഹെ പാപം കെ കാരണം. ദുഃഖം ലഭിക്കുന്നത് നമ്മളുടെ പാപ കാരണം. പാപക്ക ഹിസാബ് ചുക്ക് ഹോനെക്ക് ബാദ് പുണ്യക്ക ശുരു ഹോ ജാതാ ഹെ. പാപത്തിന്റെ കണക്കുകൾ തീരുമ്പോൾ പുണ്യത്തിന്റെ കണക്കുകൾ ആരംഭിക്കുന്നു. ഹരേക ചീസ് ശുദ്ധ ബനാനെ കെ ലിയെ ആഗ് ജലായി ജാതി ഹെ. അല്ലെ ഏത് വസ്തുവും ശുദ്ധീകരിക്കാൻ വേണ്ടി അല്ലെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ മുറ്റെല്ലാം വൃത്തിയാക്കി കരിയിലകളൊക്കെ നമ്മൾ കൊണ്ടുപോയി കത്തിച്ചു കളയും. എവിടെയും ശുദ്ധമാക്കണമെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? അഗ്നി ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യജ്ഞം രചിക്കുമ്പോഴും അതിലെന്താണ്? അഗ്നികുണ്ഡമാണ് ഉണ്ടാക്കുന്നത്. മെറ്റീരിയൽ യജ്ഞ. പക്ഷെ ഇത് ജ്ഞാനയജ്ഞമാണ്. ഇത് അല്ലെ നമ്മൾ സാധാരണ നിർമ്മിക്കുന്ന യജ്ഞമല്ല. ഇത് സൂക്ഷ്മത്തിലുള്ള ജ്ഞാനയജ്ഞമാണ്. ഇതിനെ രുദ്രജ്ഞാന യജ്ഞം എന്ന് വിളിക്കുന്നു. എസനഹിക്കാലത്തെ കൃഷ്ണജ്ഞാന യജ്ഞം അല്ലെ കൃഷ്ണജ്ഞാന യജ്ഞം എന്ന് പറയാറില്ല, രുദ്രജ്ഞാന യജ്ഞം എന്നാണ് പറയുന്നത്. ഇത് കൃഷ്ണനെ പോയി യജ്ഞനകി രച. കാരണം കൃഷ്ണൻ ഇവിടെ വന്നിട്ട് ഒരു യജ്ഞങ്ങളും രചിച്ചിട്ടില്ല. കൃഷ്ണത്തോ പ്രിൻസ് യജ്ഞ രച ജാത്ത ആപ്തും സമയം. കൃഷ്ണൻ രാജകുമാരനായിരുന്നു. യജ്ഞങ്ങൾ രചിക്കുന്നത് ആപത്ത് കാലത്താണ്. ഈ സമയം സബ് തരഫ് ആപ്തേ ഹി. ഈ സമയത്ത് എല്ലാ ഭാഗത്തും എന്താണ്? ആപത്ത് വിപത്തുകളാണ്. ബഹുത് മനുഷ്യർ രുദ്രയജ്ഞ രചിത്തെ. നിറയെ മനുഷ്യര് രുദ്രയജ്ഞം രചിക്കുന്നു. രുദ്രജ്ഞാന യജ്ഞനകി രചിത്തെ. രുദ്രജ്ഞാന യജ്ഞം രചിക്കുന്നില്ല. ഗോതോ രുദ്ര പരംപിത പരമാത്മാ ഹി ആത്മ രചിത്തെ. അല്ലെ രുദ്രനാരാണ്? പരമപിത പരമാത്മാവ്. പരമാത്മാവ് വന്നിട്ടാണ് ഇവിടെ രുദ്രജ്ഞാന യജ്ഞം രചിക്കുന്നത്. कहते हैं ये जो रुद्र ज्ञान यज्ञ इसमें सबकी आहुति हो जाए. പറയുന്നത് എന്താണ്? രുദ്രജ്ഞാന യജ്ഞം രചിക്കുമ്പോൾ അല്ലെ മുഴുവൻ ഈ ലോകത്തിലെ സർവ്വതിന്റെയും ആഹുതി ഉണ്ടാകും. ബാബ ആയ ഹുവാ ഹെ യജ്ഞ ഭി രചാ ഹുവാ. ഇവിടെ ബാബ വന്നിരിക്കുകയാണ്, യജ്ഞവും രചിച്ചിരിക്കുകയാണ്. ജബ് തക് രാജായി സ്ഥാപന ഹോ ജായേ സബ് പാവൻ ബൻ ജായേ. എപ്പോൾ വരേക്കും രാജധാനി സ്ഥാപിക്കപ്പെടുന്നു അപ്പോഴേക്കും എല്ലാവരും അല്ലെ രാജധാനി സ്ഥാപിക്കപ്പെടുന്നതിനുള്ളിൽ എല്ലാവരും പാവനമാകും. പഠിച്ചേ സബ് പാവൻ നഹി ബൻതേ. പെട്ടെന്ന് എല്ലാവർക്കും പാവനമാകാൻ കഴിയില്ല. യോഗ ലഗാത്തരഹു അന്തം. അല്ലെ അന്ത്യം വരെയും യോഗം ചെയ്തുകൊണ്ടിരിക്കും. യേ ഹേ ഹി യോഗ കി റേസ്. ഇത് യോഗത്തിന്റെ റേസ് ആണ്. ബാപ്കോ ജിത്തനി ജാസ്തി യാദ് കർത്തേ ഹേ ഉത്തന ദൗഡി ലഗാക്കർ ജായേ രുദ്രയ്ക്ക് ഗലേക്ക ഹാർ ബൻതേ. ഇവിടെ എത്ര കൂടുതൽ ബാബയെ ഓർമ്മിക്കുന്നു അത്രയും അല്ലെ സ്പീഡിൽ ഓടി നമുക്ക് രുദ്രന്റെ കഴുത്തിലെ മാലയാകാൻ സാധിക്കുന്നു. വിഷ്ണുക്ക് ഗലയ്ക്ക് മാല ബനേങ്കി. പിന്നീട് നമുക്ക് വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയായിട്ട് മാറാൻ സാധിക്കും. പെലെ രുദ്രയ്ക്ക് മാല, ഫിർ വിഷ്ണുക്ക് മാല. ആദ്യം രുദ്രന്റെ മാലയാണ്, പിന്നീട് വിഷ്ണുവിന്റെ മാല. പെലെ ബാപ്പ് സബ്കോ घर ले जाते हैं. जो जितना पुरुषार्थ करेंगे वही नर से नारायण, नारी से लक्ष्मी बन राज्य करते हैं. ബാബ പറയാണ് ഏറ്റവും ആദ്യം അല്ലെ ബാബ നമ്മൾ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ഇവിടെ കുട്ടികൾ എത്രമാത്രം നല്ല പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ, കുട്ടികൾക്ക് നരിൽ നിന്ന് നാരായണനാകാൻ കഴിയും, നാരിയിൽ നിന്ന് ലക്ഷ്മിയായിട്ട് അല്ലെ സൂര്യവംശ രാജധാനി
രാജ്യം ഭരിക്കാൻ സാധിക്കും. ഗോയ യേ ആദി സനാതൻ ദേവി ദേവത ധർമ്മ സ്ഥാപൻ ഹോര. ഈ സമയത്ത് ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. തുംകോ ബാപ്പ് രാജോഗ് സിഖില രഹേഗി. ബാബ കുട്ടികളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ജैसे 5000 वर्ष पहले सिखलाया था, फिर कल्प बाद सिखलाने आए. 5000 വർഷം മുമ്പ് ബാബ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു, ഇപ്പോൾ വീണ്ടും പഠിപ്പിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. ശിവജയന്തി അഥവാ ശിവരാത്രി ബി മനാത്തി. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട്, ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട്. രാത് അർത്ഥാത് കലിയുഗി പുരാണി ദുനിയാ കാ അന്ത് നയി ദുനിയാ കാ ആദി. രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കലിയുഗമാകുന്ന പഴയ ലോകത്തിന്റെ അന്ത്യവും പുതിയ ലോകത്തിന്റെ ആദിയും. ആ സമയത്താണ് ബാബ സൃഷ്ടിയിലേക്ക് വരുന്നത്. സത്യയുഗ ത്രേതാഹേ ദിൻ ദ്വാപർ കലിയുഗേ രാത്. ബാബ പറയാണ്, സത്യയുഗം ത്രേതായുഗം സൃഷ്ടിയുടെ പകലാണ്, ദ്വാപരയുഗം കലിയുഗം സൃഷ്ടിയുടെ രാത്രിയാണ്. ബേഹദ്ക ദിൻ ബേഹദ്ക രാത്. പരിധികളില്ലാത്ത ബ്രഹ്മാവിന്റെ പകലും പരിധികളില്ലാത്ത ബ്രഹ്മാവിന്റെ രാത്രി. കൃഷ്ണാക്ക ദിൻ രാത് നഹി ഗായ ജാത. കൃഷ്ണന്റെ പകലെന്നോ കൃഷ്ണന്റെ രാത്രി എന്നോ പറയാറില്ല. കൃഷ്ണക്കോ ജ്ഞാൻ ഹി നഹി രഹത. എങ്ങനെയാണ് കൃഷ്ണന്റെ പകലും കൃഷ്ണന്റെ രാത്രി ഉണ്ടാകുന്നത്? കൃഷ്ണന് ജ്ഞാനമേ ഇല്ല, പിന്നെ എങ്ങനെ കൃഷ്ണന്റെ പകലുണ്ടാകും? അല്ലെ? ശ്രീകൃഷ്ണന് ജ്ഞാനില്ലല്ലോ. ബ്രാഹ്മണർക്കും ബ്രഹ്മാവിനല്ലേ ജ്ഞാനം. ബ്രഹ്മാക്കോ ജ്ഞാൻ മിൽത്താകെ ശിവബാബാസ്. ബ്രഹ്മാവിന് ഈ ജ്ഞാനം ലഭിക്കുന്നത് ശിവബാബയുടെ പക്കലിൽ നിന്നാണ്. തും ബച്ചോക്കോ മിൽത്തേ ഹേ ഇൻസെ. പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഈ അല്ലെ ബ്രഹ്മാവിലൂടെയാണ് ലഭിക്കുന്നത്. ബ്രഹ്മാവിന് ജ്ഞാനം ശിവബാബയിലൂടെ ലഭിക്കും, ശിവബാബയിൽ നിന്ന് ലഭിക്കും. तो गोया शिव बाबा तुमको ബ്രഹ്മ തൻസെ ജ്ഞാൻ ദേ രഹാ. ശിവബാബ നമ്മൾ കുട്ടികൾക്ക് ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെയാണ് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. തുംകോ ത്രികാലദർശി ബനാത്തെ. ബാബ കുട്ടികളെ ത്രികാലദർശിയാക്കി മാറ്റാണ്. മനുഷ്യ സൃഷ്ടിമേ ഏകബി ത്രികാലദർശി കോയി ഹോനാ സക്കെ. ഈ മനുഷ്യ സൃഷ്ടിയില് ത്രികാലദർശിയായ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അഗർ ഹോവേത്തോ നോളേജ് ദേന. അങ്ങനെ ത്രികാലദർശിയായിട്ടുള്ള ആരെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവർ നമുക്ക് ഈ ജ്ഞാനം നൽകേണ്ടതല്ലേ? तो ये सृष्टि चक्र कैसे फिरता है, कभी भी कोई नॉलेज दे ना सकता. ഈ സൃഷ്ടി ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്? ആർക്കും തന്നെ നമുക്ക് ഈ ജ്ഞാനം നൽകുവാൻ സാധിക്കില്ല. ഭഗവാൻ തോ സബിക ഏകി. ഭഗവാൻ എല്ലാവർക്കും ഒന്നേ. കൃഷ്ണക്കോ തോടി സബ് ഭഗവാൻ മാനെ. കൃഷ്ണനെ എല്ലാവരും ഭഗവാൻ എന്ന് വിളിക്കൂ. वो तो രാജ്കുമാർ. കൃഷ്ണൻ ആരാണ്? രാജകുമാരനാണ്. രാജകുമാർ ഭഗവാൻ കൊത്താക്കിയാണ്. രാജകുമാരൻ എങ്ങനെയാണ് ഭഗവാനാകുന്നത്? കൃഷ്ണൻ സത്യത്തിലെ രാജകുമാരനാണ്. അഗർ वो राज्य करे तो फिर गवाना भी पड़े. അല്ലെ? അപ്പോ രാജകുമാരൻ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ രാജ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. बाप कहते हैं तुमको विश्व का मालिक बनाए, मैं फिर निर्वाण धाम की जाकर रहता. ബാബ നമ്മളോട് പറയാണ്, അല്ലെ, കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റി ഞാൻ നിർവാണ ധാമത്തിൽ പോയി വസിക്കുന്നു. फिर जब दुख शुरू होता है तब मेरा पाठ भी शुरू होता है. എപ്പോഴാണോ പിന്നീട് ദുഃഖം ആരംഭിക്കുന്നത് അപ്പോൾ എന്റെ പാർട്ടും ആരംഭിക്കുന്നു. ബാബയുടെ പാർട്ട് എപ്പോഴാണ് ആരംഭിക്കുന്നത്? അല്ലെ, ദുഃഖം ഇവിടെ ആരംഭിക്കുമ്പോഴാണ്. मैं सुनवाई करता हूँ, मुझे कहते भी हे रहमती. അല്ലെ, കുട്ടികളെ ദുഃഖത്തിൽ വിളിക്കുമ്പോ ഞാൻ ആ വിളി കേൾക്കാണ്. കാരണം എന്നെ വിളിക്കുന്നത് എന്താണ്? ഭഗവാനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? കരുണാഹൃദയൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. भक्ति भी पहले व्यभिचारी अर्थात एक शिव की करते हैं, फिर देवताओं की शुरू करते हैं. ഭക്തിയും ആദ്യം എങ്ങനെയുള്ളതാണ്? ഭക്തിയും ആദ്യം അവ്യഭിചാരിയാണ്. അല്ലെ, ഒരേ ഒരു ശിവന്റെ ഭക്തി മാത്രമാണ് ചെയ്തത്. പിന്നീട് ദേവതകളുടെയും ഭക്തി ആരംഭിക്കുന്നു. അഭിതോ വ്യഭിചാരി ഭക്തി ബൻ ഗയി. ബാബ പറയുന്നത് ഈ സമയത്ത് കലിയുഗ അന്ത്യത്തിലേക്ക് നോക്കിയാൽ എന്താണ്? വ്യഭിചാരി ഭക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. പൂജാരി ബി ഏനക്ക് ജാനത്തെ ഈ കബ്സെ പൂജ ശുരു ഹോയി. പൂജാരികൾക്കും ഇത് അറിഞ്ഞുകൂടാ
എപ്പോൾ മുതലാണ് പൂജ ആരംഭിക്കുന്നത്? शिवबा सोमनाथ एक ही बात। तो शिव है निराकार, सोमनाथ क्यों कहते हैं? അല്ലെ ബാബ പറയുന്ന ശിവനും സോമനാഥനും ഒന്ന് തന്നെയാണ്. ശിവൻ നിരാകാരിയാണ് അല്ലെ. എന്തുകൊണ്ടാണ് ശിവനെ സോമനാഥൻ എന്ന് വിളിക്കുന്നത്? क्योंकि सोमनाथ बाप ने बच्चों को ज्ञानामृत पिलाया है। സോമനാഥൻ സോമരസം കുടിപ്പിക്കുന്നവൻ എന്ന് ബാബയെ വിളിക്കുന്നതിന്റെ കാരണം ബാബ വന്ന് കുട്ടികളെ ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു. നാം തോ ഡേർ ബബുൽനാഥ് ബി രഹത്തെ ഹൈ. ബാബയ്ക്ക് ഒരുപാട് മഹിമാ നാമങ്ങളുണ്ട് അല്ലെ. ബബുൽനാഥ് എന്ന് ബാബയെ വിളിക്കുന്നു. മുള്ളുകളെ പുഷ്പങ്ങളാക്കി മാറ്റുന്നവൻ. സർവക്ക സപ്തതി ദാദാ ബാബ അല്ലെ. മുള്ളുകളെ പുഷ്പങ്ങളാക്കി മാറ്റുന്നവൻ, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ് അല്ലെ. ബാബ പറയുന്ന സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. സർവ്യാപി കേന ഏതോ ഗ്ലാനി. ബാബയെ സർവ്യാപി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് നിന്ദയാണ്. तो बाप कहते हैं जब संगम का समय होता है तब एक ही बार में आता। ഇവിടെ ബാബ പറയാണ് എപ്പോഴാണോ സംഗമയുഗം ആരംഭിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ഒരിക്കൽ മാത്രമാണ് ഞാൻ സൃഷ്ടിയിലേക്ക് വരുന്നത്. ജബ ഭക്തി പൂരി ഹോത്തി ഹൈ തബ് ഹി മേ ആതാ. എപ്പോഴാണോ ഭക്തി പൂർത്തിയാകുന്നത് അപ്പോഴാണ് ഞാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ഈ നിയമ ഹേ, ഇത് സൃഷ്ടിയുടെ നിയമമാണ്. മേ ആതാ ഹി ഏക് ബാർ. അപ്പോ ഒരിക്കൽ മാത്രം വരിക എന്നുള്ളതും നിയമമാണ്. तो एक ही बार आकर सबको पवित्र राज्यों की बनाता അല്ലെ. ബാബ പറയാണ് അവതരിക്കുന്നതും ഒരേ ഒരു ബാബയാണ് അല്ലെ. ബാബയും ഒന്നേയുള്ളൂ. ബാബ ഒരിക്കൽ മാത്രമാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ഒരിക്കൽ മാത്രം ഇവിടേക്ക് വന്നിട്ട് കുട്ടികളെ പവിത്രമായ രാജയോഗികളാക്കി മാറ്റുകയാണ്. തുമാര രാജയോഗ ഹേ സന്യാസിക ഹേ ഹഠ. നിങ്ങളുടേത് രാജയോഗമാണ്, സന്യാസികളുടേത് ഹഠയോഗമാണ്. രാജുക് സിക്ലാന സന്യാസിമാർക്ക് രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. ये हठयोगी का भी एक धर्म है ഭാരത് को दबाने के लिए. ഹഠയോഗികൾക്കും ഒരേ ഒരു ധർമ്മമാണ്, അത് ഭാരതത്തെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് അല്ലെ. സന്യാസധർമ്മം എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ഭാരതത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആ ധർമ്മം ഉണ്ടായത്. പവിത്രത तो चाहिए ना, കാരണം ഭാരതത്തിന് പവിത്രത ആവശ്യമാണ്. ഭാരത് 100% പാവനത അഭി പതിത. 100% പാവനമായിരുന്ന ലോകമായിരുന്നു ഭാരതം, ഇപ്പോൾ പതിതമാണ്. തബ് कहते हैं ആകർ പാവൻ करना. അപ്പോഴാണ് പറയുന്നത് വന്ന് പാവനമാക്കി മാറ്റി. സത്യുഗ ഹേ പാവൻ ജീവാത്മാവ്. സത്യുഗം പാവനമായ ജീവാത്മാക്കളുടെ ലോകം. അഭിതോ ഗൃഹസ്ഥ ധർമ്മ പതിത. ഈ സമയത്ത് ഗൃഹസ്ഥ ധർമ്മം പതിതമാണ്. സത്യുഗമേ ഗൃഹസ്ഥ ധർമ്മ പാവന. സത്യത്തിലെ ഗൃഹസ്ഥ ധർമ്മം പാവനമായിരുന്നു. അപ്പൊ ഫിർസെ വഹി പാവൻ ഗൃഹസ്ഥ ധർമ്മത്തിന്റെ സ്ഥാപന കൊറീഹി. ഇപ്പോൾ അതേ പാവനമായ ഗൃഹസ്ഥ ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏക് ബാബി സർവക മുക്തി ജീവൻ മുക്തി ദാതാ. ഒരേ ഒരു ബാബ സർവരുടെയും മുക്തി ജീവൻ മുക്തി ദാതാവാണ്. മനുഷ്യക്കോ മുക്തി ജീവൻ മുക്തി ദേനാ സക്തി. ഒരിക്കലും മനുഷ്യർക്ക് മുക്തിയോ ജീവൻ മുക്തിയോ നൽകുവാൻ കഴിയില്ല. തുമകോ ജ്ഞാനിക സാഗർ ബാപ്യ ബച്ച്. നമ്മൾ ആരാണ്? ജ്ഞാനസാഗരനായ അച്ഛന്റെ കുട്ടികളാണ്. തും ബ്രാഹ്മൺ സച്ചി യാത്ര കരായി. നിങ്ങൾ ബ്രാഹ്മണര് സത്യമായി യാത്ര ചെയ്യിക്കുന്നവരാണ്. ബാക്കി സബ്ഹി ജൂട്ടി യാത്ര കരാനുള്ളതാണ്. ബാക്കി എല്ലാവരും തന്നെ അസത്യത്തിന്റെ യാത്ര ചെയ്യിക്കുന്നവരാണ്. തുമകോ ഡബിൾ അഹിംസക്. നിങ്ങൾ ഡബിൾ അഹിംസകരാണ്. कोई हिंसा नहीं करते हो, ना लड़ते हो, ना काम कटारी चलाते हो. നിങ്ങൾ ഒരു ഹിംസകളും ചെയ്യാത്തവരാണ് അല്ലെ. ഒരു ഹിംസ എന്താണ്? തമ്മില് വഴക്കടിക്കുക എന്നുള്ളത് ഒരു ഹിംസയാണ്, കലഹിക്കുക അല്ലെ. ആ ഹിംസയും ചെയ്യുന്നില്ല, കാമകട്ടാരിയും അല്ലെ പ്രയോഗിക്കുന്നില്ല. കാം പർ ജീത്ത് പാനേമേ മേനത്ത് ലഗ്തി. കാമത്തെ ജയിക്കുവാനാണ് ഏറ്റവും പ്രയത്നം. വികാരവും ജീത്തിനാഹേ തും ബ്രഹ്മകുമാർ കുമാരി. വികാരങ്ങളെ ജയിക്കണം അല്ലെ. ബാബ പറയാണ് വികാരങ്ങളെ ജയിക്കണം. ബ്രഹ്മകുമാരികൾ ശിവബാബയിൽ നിന്ന് സ്വത്ത് നേടുകയാണ്.
തും ആപ്പസ് മേ ഭായി ബഹൻ ഹൈ. നമ്മൾ പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. ഹം അഭി നിരാകാർ ഭഗവാൻ കെ ബച്ചെ ആപ്പസ് മേ ഭായി ഭായി. നമ്മൾ നിരാകാരിയായ ഭഗവാന്റെ കുട്ടികളാണ്, പരസ്പരം ഭായി ഭായിയാണ്. ബ്രഹ്മ ബാബയ്ക്ക് ബച്ചേ ഹെ അല്ലെ, നമ്മൾ ബ്രഹ്മ ബാബയുടെ കുട്ടികളാണ്. ജരൂർ നിർവികാരി ബന്നച്ചായി, തീർച്ചയായിട്ടും നമ്മൾ നിർവികാരികളാകും. അർത്ഥാത് വിശ്വക്ക് ബാദശാഹി തുമ്പോ വരും, വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നിങ്ങൾ കുട്ടികൾക്കാണ് ലഭിക്കുന്നത്. ഏഹെ ബഹോ ജന്മൊക്കെ അന്തിക ജന്മം. ബാബ പറയാണ് അല്ലെ, ഇത് അനേക ജന്മങ്ങളുടെ അന്തിമ ജന്മം. കമൽപൂൽ സമാൻ പവിത്രര്. ബാബ പറയാണ് ഈ സമയത്ത് താമര പുഷ്പത്തിന് സമാനം പവിത്രമായി ജീവിക്കും. തബ് കുഞ്ചപ്പത് വെൽത്താൻ, അങ്ങനെ താമര പുഷ്പത്തിന് സമാനം പവിത്രമായി നമ്മൾ മാറുമ്പോഴാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. അഭിഭാപ്താരാകും സമജ്ദാർ ബന്ധേ. ഇപ്പോൾ ബാബയിലൂടെ നമ്മൾ കുട്ടികള് വളരെ വിവേകശാലികളായി മാറും. സൃഷ്ടിക്ക് നോളേജ് തുമാരി ബുദ്ധി, സൃഷ്ടിയുടെ നോളേജ് നമ്മുടെ ബുദ്ധിയിലുണ്ട്. തും ഹോഗേ സ്വദർശൻ ചക്രധാരി. നമ്മൾ കുട്ടികൾ ആരാണ്? സ്വദർശന ചക്രധാരികളാണ്. സ്വ ആത്മാക്കോ ദർശനം ഹോത്താഹി, സ്വയം ആത്മാവിന് ദർശനം ലഭിക്കുന്നു. അർത്ഥാത് നോളേജ് മിൽത്തി. സ്വയം ആത്മാവിനാണ് ഈ സമയത്ത് നോളേജ് ലഭിക്കുന്നത്. പരംപിത പരമാത്മാ. ആരിൽ നിന്നാണ് നോളേജ് ലഭിക്കുന്നത്? പരമപിത പരമാത്മാവ്. ഇസ്കോ ഹി നോളേജ്ഫുൾ കർത്തേ അല്ലേ. അപ്പൊ പരമാത്മാവിനെ എന്താ വിളിക്കുന്നത്? പരമാത്മാവ് നോളേജ്ഫുൾ ആണ്. പരമാത്മാവിനെ നോളേജ്ഫുൾ എന്ന് വിളിക്കുന്നു. മനുഷ്യ സൃഷ്ടിക്ക ബീജരൂപ ഹേ ചൈതന്യ അല്ലെ. ബാബ പറയാണ് മനുഷ്യര് സൃഷ്ടിയുടെ ബീജരൂപമാണ്, ചൈതന്യമാണ്. അപ്പൊ ബാബ ആയേ ഹേ നോളേജ് തന്നെ. ജിസ്കോ നോളേജ്ഫുൾ കർത്തേ. ബാബ ആരാണ്? ജ്ഞാനസാഗരമാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപനാണ്, ചൈതന്യമാണ്. അപ്പൊ ആയേ നോളേജ് തന്നെ. അപ്പൊ ബാബ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നതിന് വേണ്ടിയാണ്. ഏകേ ബീജേ ഗവി ജാൻതേ അല്ലെ. പ്രപഞ്ച വൃക്ഷത്തിന് ഒരേ ഒരു ബീജം മാത്രമാണുള്ളത്, അതും കുട്ടികൾക്ക് അറിയാം. ബീജസെ ജാട് കേസ് നിക്കൽത്താകെ. എങ്ങനെയാണ് ഒരു ബീജത്തിൽ നിന്നും അല്ലെ ആ ഒരു വൃക്ഷം ഉണ്ടാകുന്നത്? ഏതോ ഉൾട്ടാ വൃക്ഷ, ഒരു ബീജത്തിൽ നിന്നാണ് വൃക്ഷം ഉണ്ടാകുന്നത് അല്ലെ. ബാബ പ്രപഞ്ച വൃക്ഷത്തിന്റെ ബീജരൂപനാണ്, പക്ഷെ പരംധാമത്തിൽ തലകീഴായിരിക്കുന്ന വൃക്ഷമാണുള്ളത്. ബീജ് ഊപ്പർ ഹേ അല്ലെ, അവിടെ ബീജം മുകളിലാണ്. പെലെ പെലെ നിക്കൽത്താ ഹേ ദേവി ജാട്, ഫിർ ഇസ്ലാമി ബൗദ്ധി വൃദ്ധി ഹോത്തി ജാതി. ആദ്യം ഉണ്ടാകുന്നത് ദൈവിക വൃക്ഷമാണ്, പിന്നെ ഇസ്ലാമികള് ബൗദ്ധികള് എല്ലാവരുടെയും വൃത്തി ഉണ്ടാകും. ഏ ജ്ഞാൻ അഭി തുംകോ മിലാ ഹേ ഓർ കോയി ഭി ദേനാ സക്. ഈ ജ്ഞാനം ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ജ്ഞാനം നമുക്ക് മറ്റാർക്കും തന്നെ നൽകാൻ സാധിക്കും. തും ജോ സുൻതേ ഹോ വോ തുമാരി ഹി ബുദ്ധി മേ രഖ് അല്ലെ. നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അതാണ് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുള്ളത്. സത്യുഗ ആദിമേതോ ശാസ്ത്ര ഹോത്തേനെ. സത്യുഗത്തിന്റെ തുടക്കത്തിലൊന്നും ശാസ്ത്രങ്ങളെ ഇല്ല. ഇത്രയും സഹജ് 5000 വർഷക്ക് കഹാനിഹന. ഇത് എത്ര സഹജമായ 5000 വർഷത്തിന്റെ കഥയാണ്. അച്ഛാ മീട്ടെ മീട്ടെ സിക്കിലത്തെ ബച്ചോं പ്രതി बाप पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, समय कम है, बहुत गई तोड़ी रही, इसलिए जो भी श्वास बची है बाप की याद में सफल करना है. സമയം കുറവാണ്, നിറയെ സമയം പോയി കഴിഞ്ഞു, അല്പസമയമേ അവശേഷിച്ചിട്ടുള്ളൂ അല്ലെ. ഇവിടെ എത്രമാത്രം നമ്മുടെ ശ്വാസം അവശേഷിച്ചിട്ടുണ്ടോ ബാബയുടെ ഓർമ്മയിൽ സഫലമാണ്. പുരാണെ പാപത്തെ ഹിസാബ് കിതാബ് ചുറ്റുകറക്കാൻ, പഴയ പാപത്തിന്റെ എല്ലാ കണക്കുകളും അവസാനിപ്പിക്കണം. ശാന്തി സ്വധർമ്മമേ സ്ഥിതി ഹോനെ പവിത്ര ജരൂർ ബൻ. സെക്കൻഡ് പോയിന്റ്, ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായും പവിത്രമാകും. ജഹാ പവിത്രത ഹേ വഹാ ശാന്തി ഹേ. എവിടെയാണോ പവിത്രതയുള്ളത് അവിടെയാണ് ശാന്തി ഉള്ളത്. മേരാ സ്വധർമ്മ ഹി ശാന്തി.
നമ്മൾ ഓരോ ആത്മാവിനും സ്വധർമ്മം ശാന്തിയാണ്. മേ ശാന്തിക്ക് സാഗർ ബാക്കി സന്താനം. എന്റെ സ്വധർമ്മം ശാന്തിയാണ്. ഞാൻ ശാന്തി സാഗരനായ അച്ഛന്റെ സന്താനമാണ്. ഈ അനുഭവം ചെയ്യണം. वरदान निर्माणता की विशेषता द्वारा सहज सफलता प्राप्त करने वाले सर्व के माननीय भव. നിർമ്മാണതയുടെ വിശേഷതയിലൂടെ സഹജമായ സഫലതയെ പ്രാപ്തമാക്കുന്ന സർവരുടെയും മാനനീയരായി ഭവിക്കൂ. സർവദ്വാര മാൻ പ്രാപ്ത करने का सहज साधन നിർമ്മാൺ ബൻ. സർവരിലൂടെയും മാന്യത പ്രാപ്തമാക്കാനുള്ള സഹജ സാധന, സർവരിലൂടെയും അല്ലെ ബഹുമാനം പ്രാപ്തമാക്കാനുള്ള സഹജ സാധന വിനയമുള്ളവരായി മാറുക. जो आत्मा ये स्वयं को सदा निर्माणचित की विशेषता से चलाती रहती है वो सहज सफलता को पाती है. ഏത് ആത്മാക്കളാണോ സ്വയം വിനയത്തിന്റെ വിശേഷതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികൾക്ക് സഹജമായ സഫലത ലഭിക്കും. നിർമ്മാൺ ബന്നാക്കി സമാനം. വിനയമുള്ളവരാകുക അതാണ് സമാനം. നിർമ്മാൺ ബന്ന झुकना नहीं है लेकिन सर्व को अपनी विशेषता और प्यार से झुकाना है. വിനയമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ തലകുനിക്കുകയല്ല, സർവരെയും തന്റെ ഈ വിശേഷതയിലൂടെ തന്റെ സ്നേഹത്തിലൂടെ തലകുനിപ്പിക്കുകയാണ്. സർവരെയും തന്റെ വിശേഷതയിലൂടെ സ്നേഹത്തിലൂടെ തലകുനിപ്പിക്കുകയാണ്. वर्तमान समय के प्रमाण सदा और सहज सफलता प्राप्त करने का यही मूल आधार है. വർത്തമാന സമയം അനുസരിച്ച് സദാ സഹജമായ സഫലത പ്രാപ്തമാക്കുന്നതിന്റെ മുഖ്യ ആധാരം ഇതാണ്. हर कर्म संबंध संपर्क में निर्माण बनने वाले ही विजयी रत्न बनते. ഓരോ കർമ്മത്തിലും സംബന്ധത്തിലും സമ്പർക്കത്തിലും വിനയമുള്ളവരായി മാറുന്നവരാണ് വിജയീ രത്നങ്ങൾ. ബാബ എന്താ പറഞ്ഞത്? സർവരിലൂടെയും ബഹുമാനം പ്രാപ്തമാക്കാനുള്ള സഹജമായ സാധന വിനയമുള്ളവരാകുക. ആത്മാക്കള് സ്വയം സദാ വിനയചിത്തരാകുന്നതിന്റെ വിശേഷതയിലൂടെ വേണം അല്ലെ. ബാബ പറയാണ് സ്വയത്തെ നയിക്കേണ്ടത് എങ്ങനെയാണ്? വിനയചിത്തം എന്നുള്ള ഗുണത്തിന്റെ വിശേഷതയിലൂടെയാണ്. അപ്പൊ ബാബ പറയാണ് ആ കുട്ടികൾക്ക് വിനയചിത്തത എന്നുള്ള വിശേഷതയുള്ള കുട്ടികൾക്ക് അവര് സ്വയത്തെ അങ്ങനെയാണ് നയിക്കുന്നതെങ്കിൽ അവർക്ക് സഹജമായ സഫലത ലഭിക്കുന്നത്. വിനയമുള്ളവരാകുക അതാണ് നമ്മുടെ സ്വമാനം അല്ലെ. വിനയമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ തലകുനിക്കുകയല്ല, സർവരെയും തന്റെ ഈ വിശേഷതയിലൂടെ സ്നേഹത്തിലൂടെ തലകുനിക്കുകയാണ്. വർത്തമാന സമയം അനുസരിച്ച് സദാ സഹജമായ സഫലത പ്രാപ്തമാക്കാനുള്ള മുഖ്യമായ ആധാരമാണ്. ഓരോ കർമ്മവും സംബന്ധവും സമ്പർക്കത്തിലും വിനയമുള്ളവരാകുകയാണ് വിജയരത്നങ്ങളായി മാറും. സ്ലോഗൻ नॉलेज की शक्ति धारण कर लो तो विघ्न वार करने के बजाय हार खा ले. ജ്ഞാനത്തിന്റെ ശക്തിയെ ധാരണ ചെയ്യും, അപ്പോൾ വിഘ്നം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരില്ല. നിങ്ങളുടെ വിഘ്നം തോറ്റുപോകും. धन्यवाद तेरा प्रभु, धन्यवाद तेरा।
था पर खुद से अनजान थे, आत्मज्ञान पाके हुए दूर देह भान से। ज्ञान तो बहुत था पर खुद से अनजान थे, आत्मज्ञान पाके हुए दूर देह भान से। सद्गुणों से कर दिया है श्रृंगार मेरा, सद्गुणों से कर दिया है श्रृंगार मेरा। धन्यवाद तेरा प्रभु, धन्यवाद तेरा, धन्यवाद तेरा प्रभु, धन्यवाद तेरा। शक्ति से हम तो निडर हो गए, पवित्रता का बल मिला हम तो अमर हो गए। सत्यता की शक्ति से हम तो निडर हो गए, पवित्रता का बल मिला हम तो अमर हो गए। पग पग पर देते हो प्रभु साथ मेरा, पग पग पर देते हो प्रभु साथ मेरा। ओम शांति। शांति सिस्टर। ओम शांति। ओम शांति। ओम शांति। ओम शांति सिस्टर। ओम शांति। ओम शांति। हाँ।